ഹായ് നമസ്കാരം, നിങ്ങളെ സ്വന്തം അളിയനാണ്. ഇന്ന് അളിയൻ വന്നിട്ടുള്ള എന്ന് പറയുമ്പോൾ ഒരു ഫ്രൂട്ട്, അതായത് ആദ്യമായിട്ടൊരു ഫ്രൂട്ട് പിന്നെ അളിയൻ്റെ പറമ്പിൽ നല്ല പാകത്തിന് പഴുത്ത് നിൽക്കുകയാണ്. ഇതിനു മുമ്പ് 2 ആഴ്ചയ്ക്ക് മുമ്പ് അളിയ ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു റൊളോനി എന്ന് പറഞ്ഞ്. അപ്പോൾ നിങ്ങൾ ഏകദേശം എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും. അത് ഇന്ന് നല്ല രീതിയിൽ പഴുത്ത് പാകമായിട്ടുണ്ട്. അളിയനും ഇതുവരെ കഴിച്ചിട്ടില്ല. അതിൻ്റെ ഒരു ക്യൂരിയോസിറ്റിയിലാണ് അളിയൻ നിൽക്കുന്നത്. അപ്പോൾ എന്താണ് അതിൻ്റെ ടേസ്റ്റ് എന്നോ എന്താണ് കളറെന്നോ ഒന്നും അറിയാൻ പാടില്ല കട്ട് ചെയ്യുമ്പോൾ. അപ്പോൾ എന്തായാലും നമുക്ക് അങ്ങോട്ട് പോകാം. ബാ, ഇതാണ് അളിയൻ പറഞ്ഞ റൊളോനിയ. നല്ല രീതിയിലുണ്ട്, നല്ല സൈസാണ്, നിറച്ച് കായ കെട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് കായകളൊക്കെ കാണിച്ചു തരാം. അളിയൻ യൂട്യൂബ് വീഡിയോകളിൽ കണ്ടിട്ടുള്ള എന്ന് പറയുമ്പോൾ റൊളോനിയ നല്ല രീതിയിൽ യെല്ലോ കളറിലാണ് പഴുത്ത് നിൽക്കുന്നത്. എന്താണെന്ന് അറിയാൻ പാടില്ല, അളിയൻ്റെ റൊളോനിയ നല്ല രീതിയിൽ പച്ച കളറിലാണ് നിൽക്കുന്നത്. എന്തായാലും ഇതിന് എന്തെങ്കിലും കേട് വന്നതാണോ അതോ അല്ല നല്ല രീതിയിൽ വിളഞ്ഞ് പഴുത്തതാണോ ഒന്നും അറിയാൻ പാടില്ല. നിറച്ച് അവിടെ എവിടെ കായകളുണ്ട്. എന്തായാലും നമുക്ക് ഈ നല്ല പഴുത്ത് നിൽക്കുന്ന കായ ആദ്യം അടക്കാം. ബാ, അളിയൻ പാക്ക് പൊട്ടിക്കാൻ പോവുകയാണ്. അങ്ങനെ കാത്തിരുന്ന റൊളോനിയ വേണ്ട, നല്ല പഴുത്ത് സെറ്റായിട്ടുണ്ട്. അളി എന്തായാലും കട്ട് ചെയ്തെടുക്കാൻ പോവുകയാണ്. വേണ്ട, അളയും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പെയിന്റ് അടിക്കണമെന്ന് പറയുന്ന ആൾക്കാർ. നല്ല സൈസ് ഉണ്ട്, 2 കയ്യിൽ നിൽക്കുക ഇത്രയും സൈസ് ഉണ്ട്. കണ്ടോ, നല്ല സൈസ് ഉണ്ട്. ഒരു കണ്ടല്ല, ഇത്രയും സൈസ് ഉണ്ട്. എന്തായാലും അളിയത് പറിച്ചെടുത്തപ്പോഴാണ് നല്ല രീതിയിൽ പഴുത്തിട്ടില്ല എന്ന് തോന്നുന്നത്. അതായത് ജസ്റ്റ് ഇതാണ്ട് കവറിനകത്ത് നിന്നപ്പം കളറില്ലായിരുന്നു, പച്ച കളറായിരുന്നു. ഇപ്പം ജസ്റ്റ് ലൈറ്റ് യെല്ലോ ഒക്കെ ഷെയ്ഡൊക്കെ അടിച്ചിട്ടുണ്ട്. എന്തായാലും അളിയത് 2 ദിവസം വച്ച് വെയിറ്റ് ചെയ്തതിന് ശേഷം കട്ട് ചെയ്ത് കാണിച്ചു തരാം. എന്തായാലും എല്ലാവരും ഇതുപോലെ ഫ്രൂട്ടായിട്ട് എന്തെങ്കിലുമൊക്കെ വീട്ടുകടയിൽ നടുക. അതിൽ നിന്ന് ഇതുപോലെ ഒരു പഴം അടത്ത് കഴിക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് മറ്റൊന്നാണ്. അളിയൻ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.